മരിച്ചിട്ടില്ല. മരണം പ്രതീക്ഷിച്ചു വന്നവർ നിരാശപ്പെടേണ്ടി വരും. അനു എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം മിസ്റ്റർ? കാര്യവും കാരണവും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഐ എം നോട്ട് എ ബേബി. ഈ കൊടും പാതകത്തിന് പ്രേരിപ്പിച്ചവരെ ഭരിച്ച വികാരം ഒരു നിസ്സാര തെറ്റിദ്ധാരണ, തേർഡ് റേറ്റ് ഈഗോ. പക്ഷെ അതിന് കൊടുക്കേണ്ടി വരുന്ന വില അനാഥനായ ഒരു മനുഷ്യന്റെ ജീവനാണെങ്കിൽ മറുപടി പറഞ്ഞേ പറ്റൂ. അത് ഏത് ബുദ്ധിരാക്ഷസനാണെങ്കിലും ഞാൻ മറുപടി പറയിപ്പിക്കും. ഹലോ അങ്കിൾ. ആ അങ്കിൾ ഇപ്പൊ എവിടെയാ ഉള്ളത്? ആ ഞാനിപ്പോ വരാം. ഓക്കെ. എന്താ അങ്കിൾ? മോളെ അനു, സ്റ്റേഷനിൽ നിന്ന് സുഹൃത്തായ ഒരു പോലീസ് ഓഫീസർ എന്നെ വിളിച്ചിരുന്നു. ഭാഗ്യം കൊണ്ട് നമുക്കിടയിലുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ മാറാൻ പോകുന്നു. ഇന്നലെ നടന്ന റോഡ് ആക്സിഡന്റിൽ നമ്മുടെ ശക്തിധരനെ നമ്മൾ വെറുതെ ബ്ലെയിം ചെയ്തതാണ്. മദ്യപിച്ചുണ്ടായ ഒരു മത്സര ഓട്ടമായിരുന്നു. യഥാർത്ഥ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ കുറ്റം അവർ സമ്മതിക്കുകയും ചെയ്തു. പറയൂ. ശക്തി ഇപ്പൊ എവിടെയാണുള്ളത്? ഷെയ്ഖ് സയ്യിദ് റോഡിൽ. എനിക്ക് ശക്തി ഒന്ന് അർജന്റായിട്ട് കാണണം. ഓക്കെ. തെറ്റിദ്ധാരണയുടെ പേരിൽ ഞാൻ എന്തൊക്കെയോ സംസാരിച്ചു. ഇപ്പൊ അത് ക്ലിയർ ചെയ്തു. പക്ഷേ ചില ഘട്ടങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കും. ഒരുപക്ഷെ അത്തരമൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആവാം അത്. അനു പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ലൈഫിനെ പറ്റിയും എന്റെ ഫ്യൂച്ചറിനെ പറ്റിയും ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തു. അതിന് കാരണമായത് ഈ ആക്സിഡന്റ് ഇഷ്യൂ ആയിരിക്കാം. What do you mean? ഞാനൊരാളെ ഇഷ്ടപ്പെടുന്നു. അതാരെയാണെന്ന് ശക്തിക്കറിയാം. പപ്പയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായി പറയുന്നത് ശക്തിയോടാണ്. ഹലോ, ഫോണും കിട്ടുന്നില്ലല്ലോ. കസേരയിൽ നിന്ന് പറഞ്ഞപ്പോ ഒന്ന് താഴെ കിടക്കണം തോന്നി. നല്ല സുഖമുണ്ടല്ലേ? തണുത്ത തറ.